പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ലാസ്റ്റ് എക്സസൈസ് ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദി എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ടു ആക്സിസ്. അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും രണ്ട് ആക്സിസുകളുടെയും കൂടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണ് വരുന്നത്? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് വരും. രണ്ടിൻ്റെയും കൂടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരുന്ന കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെയാണ് ഇൻ്റർസെക്ഷൻ വരുന്നത്. അതെന്താണ്? 0,0 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? കോർഡിനേറ്റ്സ് 0,0. ഇതെന്താണ്? ഇതിനെ നമ്മൾ ഒറിജിൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പോയിന്റ് W has x coordinate equal to -5. Can you predict the coordinates of point H which is on the line through W parallel to the y axis? Which quadrants can H lie in? അപ്പോൾ ഇവിടെ W എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് -5 ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഒരു ലൈൻ ഡബ്ല്യുവിൽ കൂടി കടന്നു പോകുന്നു. അത് വൈ ആക്സിസിന് പാരലലാണ്. ആ ലൈനിലുള്ളൊരു പോയിൻ്റാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എച്ചിൻ്റെ കോർഡിനേറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇതേത് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -5 ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ -5 എവിടെ വരും? 0യുടെ ലെഫ്റ്റ് സൈഡിലാണ് -5 വരിക. ഓക്കെ. അപ്പോൾ ആ -5 കൂടെയാണ് കടന്നു പോകുന്ന ലൈനിലാണ് എച്ച് ലൈ ചെയ്യുന്നത്. അത് വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ് എന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതൊന്നെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആകാം. പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ എബവ് വരും, നെഗറ്റീവ് ആണെങ്കിൽ ബിലോ വരും. അപ്പോൾ വൈ ഏത് പോയിൻ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വൈ കോർഡിനേറ്റ് വൈ ആയിട്ട് തന്നെ എടുക്കുന്നു. വൈ ഈസ് എനി റിയൽ നമ്പർ, ഏത് വേണമെങ്കിലും ആകാം. അതനുസരിച്ച് ഏത് ക്വാഡ്രൻറ്റിലാണ് എന്നുള്ളത് നമുക്ക് പറയാം. വൈ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും, നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ -5 കൂടെയാണ് ലൈൻ കടന്നു പോകുന്നത്. ആ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും എച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനതൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പോയിൻ്റ് ഡബ്ല്യുവിൻ്റെ എക്സ് കോർഡിനേറ്റ് -5. അപ്പോൾ നെഗറ്റീവ് ഇത് 0, -1, -2, -3, -4, -5 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വരും. ഓക്കെ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -5 വന്നു. ഇനി ലൈൻ കടന്നു പോകുന്നത് -5 കൂടെയാണ്, വൈ ആക്സിസിന് പാരലലുമാണ്. അപ്പോൾ നമ്മുടെ ലൈൻ വരുന്നത് -5 കൂടെ ഇങ്ങനെയായിരിക്കും, വൈ ആക്സിസിന് പാരലലാണ്. അപ്പം ഇവിടെ നമുക്ക് എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റ് -5 ആണ്. വൈ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം. അതുപോലെ -1 ആകാം, -2, -3, -4 അങ്ങനെ എന്തുമാകാം. അപ്പോൾ എച്ചിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എന്ത് പറയാം? -5, വൈ എന്ന് പറയാം. ഏത് ക്വാഡ്രൻറ്റിലാണ്? സെക്കൻഡിലും ആവാം, തേർഡിലും ആകാം. ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് വൈ, എച്ച് ക്യാൻ ലൈ ഇൻ ക്വാഡ്രൻറ്റ് 2 അല്ലേ. ക്വാഡ്രൻറ്റ് 2വിലാകാം. എപ്പോഴാണ്? വൈ >0, അതായത് വൈ പോസിറ്റീവ് ആണ് എങ്കിൽ. അതുപോലെ ക്വാഡ്രൻറ്റ് 3യിലാകാം. എപ്പോഴാണ്? വൈ <0, അതായത് വൈ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രൻറ്റ് 3യിലുമാകാം. ഇത് ക്വാഡ്രൻറ്റ് 2ഉം ഇത് ക്വാഡ്രൻറ്റ് 3, ഇത് 1, ഇത് 4 ഇങ്ങനെയാണ് ക്വാഡ്രൻസ് വരുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ അനുസരിച്ച് ഏത് ക്വാഡ്രൻറ്റിൽ വേണമെങ്കിലും വരാം. ഇനി വൈ 0 ആണെങ്കിലോ എക്സ് ആക്സിസിലാകാം. ഓക്കെ. വൈ = 0 ആണെങ്കിൽ ഇറ്റ് ലൈസ് ഓൺ എക്സ് ആക്സിസ്.